ഹലോ, മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞു വീഡിയോ ആണെങ്കിലും കാണിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയയുടെ കളക്ഷനാണ് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, നമുക്ക് അത്യാവശ്യമൊക്കെ സെയിലായിട്ടുണ്ട്. ഇനി ഒരുപാട് 200 രൂപ മുതൽ 1000 രൂപ വരെ റേഞ്ചിലുള്ള നല്ല അടിപൊളി റയർ വെറൈറ്റി ബിഗോണിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നമ്മളെടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ റയർ വെറൈറ്റീസോ ബൾക്കായിട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇല കുത്തി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈസിയിൽ നമുക്ക് കൂടുതൽ തൈകൾ പിടിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ് ബിഗോണിയ. ശരിക്കും നമ്മൾ അതിനെ പ്രൊപ്പഗേഷൻ രീതി നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പിടിപ്പിച്ച് നല്ല ഒരുപാട് തൈകൾ ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും, ഒട്ടും തന്നെ നഷ്ടം വരാതെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഗ്ലോണിമ ആയാലും ഏത് പ്ലാന്റ് ആയാലും നമുക്ക് അതിനൊരു വൈഭവമുണ്ട് അത് വളർത്തിയെടുക്കാനല്ലേ, എങ്കിൽ മാത്രമേ നമുക്കത് പിടിച്ച് കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ പോലെ എനിക്കും എല്ലാ പ്ലാന്റ്സുകളൊന്നും ശരിയാവണമെന്നൊന്നുമില്ല. ഒരുപാട് പ്ലാന്റ്സ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. 50 എണ്ണം വാങ്ങിയാൽ പോലെ ചിലപ്പോൾ 30 എണ്ണം സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവരൊക്കെ ജീവനുള്ളവരല്ലേ, ഇവർക്ക് തോന്നിയാൽ മാത്രമേ ഇവർ നന്നായിട്ട് വരികയുള്ളൂ. പക്ഷേ നമുക്ക് ബിഗോണിയ പ്ലാന്റ്സ് ഇല കുത്തിയ നമുക്ക് ടോപ്പ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് മൂത്ത ഇലകൾ ഇങ്ങനെ നമ്മൾ മണ്ണിലേക്ക് വെറുതെ കുത്തി ഇറക്കി വെച്ചാൽ മതി. വലിയ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അല്പം തണുപ്പുള്ളിടത്ത്, ശരിക്കും പറഞ്ഞാൽ മഴക്കാലമാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു സമയമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ബുഷിയായിട്ടുള്ള പ്ലാന്റൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിറച്ച് ഷൂട്ടുകളുള്ള പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം ഇതൊക്കെ നല്ല ടോപ്പ് റെയറായിട്ടുള്ള വെറൈറ്റിയാണ്. നിങ്ങൾ ഇതൊക്കെ സത്യത്തിൽ 1000 രൂപയുടെ മുകളിൽ റേഞ്ചിൽ വിറ്റുകൊണ്ടുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഒരു 700, 750, 650 ആ റേഞ്ചിലേക്ക് പ്ലാന്റ്സ് ഹെൽത്തി വലിയ പ്ലാന്റ്സ് റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. റേറ്റ് അത്യാവശ്യം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ മെച്യൂർ ലീഫ് നിങ്ങൾ കൈ കിട്ടുമ്പോൾ തന്നെ കട്ട് ചെയ്ത് ടോപ്പ് വെച്ചിട്ട് കുത്തി വയ്ക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പുതിയ തൈകൾ ഒരു 1 മന്തിനുള്ളിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടായി വരും കേട്ടോ. ഇച്ചിരി തണുപ്പുള്ള സ്ഥലത്ത് ഇത്തിരി നനവൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതൊന്നും പോകില്ല, എങ്ങനെയായാലും പിടിച്ച് വരും കേട്ടോ. വലിച്ചെറിഞ്ഞ ചെടികൾ ഇതുണ്ടോ, ഞാനിപ്പോൾ കീറിപ്പോയൊരു പ്ലാന്റ് വെറുതെ വേറൊരു അഗ്ലോണിമയുടെ ചട്ടിയിൽ വെച്ചേക്കണാണ്. അതും അത് റെഡിയായിട്ട് തന്നെ വരും. അതുപോലെ നിങ്ങൾ ചെയ്യണം. പിന്നെ ട്രാൻസിസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ചിലപ്പോൾ പ്ലാന്റ് പിറ്റേ ദിവസമൊക്കെയാണ് കേരളത്തിനുള്ളിൽ കിട്ടുമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റ് വീക്ക് ചെന്നൈക്ക് അയച്ചിരുന്നു. 3 ഡേയ്സ് കൊണ്ട് കിട്ടി, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അവർക്ക് കിട്ടിയെങ്കിലും 1-2 പ്ലാന്റ്സിൻ്റെ ഇല ഒന്നിങ്ങനെ മടങ്ങിയിരുന്നു. ഇത് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി ഇല ഒടിയാൻ ചാൻസ് ഉണ്ട്. ബിഗോണി നന്നായിട്ട് കളക്ട് ചെയ്യുന്നവർക്കും സെയിൽ ചെയ്യുന്നവർക്കും അറിയാം ഇതിന് ട്രാൻസിസ്റ്റിൻ്റെ ഇഷ്യൂസ്. അപ്പോൾ അവരത് വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു എല്ലാ പ്ലാന്റും ഓക്കെയാണ്, 2 എണ്ണം മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അവർ കട്ട് ചെയ്ത് പ്രൊപ്പഗേഷന് വെക്കുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിലൊക്കെ ചെറിയ ഡാമേജസ് ഒക്കെ ബിഗോണിക്ക് ഉണ്ടാകും. എങ്കിലും മഴ ആയതുകൊണ്ട് നിങ്ങൾ ആ ഒടിഞ്ഞ ലീഫ് മാറ്റി വെച്ചാൽ മതി, വേറെ ഒരു കുഴപ്പം വരില്ല. ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ 250 റുപ്പീസാണ് കേട്ടോ നമ്മുടെ റേറ്റ് വരുന്നത്. ഇത് ഭയങ്കര ഭംഗിയായിട്ടുള്ള മറ്റൊരു അടിപൊളി വെറൈറ്റിയാണത്. ഇതിപ്പോൾ ഒരു 3 ലീഫായിട്ട് നിൽക്കുമ്പോൾ പോലും സത്യത്തിൽ നമ്മൾ ഒരുപാട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊക്കെ വെച്ച് നമ്മൾ പരത്തി പറയുകയല്ല കേട്ടോ. ഒരുപാട് ഭംഗിയുള്ള ലീഫുകളാണ് ഈ ബിഗോണിയുടെ ലീഫുകൾ. നന്നായിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ ബാക്കി എല്ലാ പ്ലാന്റ്സിനേക്കാളും നമ്മുടെ പൂന്തോട്ടം നിറയെ ഈ ഒരു ചെടികളായിരുന്നെങ്കിൽ ഇതിൻ്റെ വെറൈറ്റീസ് ആണെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. അത്രയ്ക്കും ഇത് ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാൻ അത്ര ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഈ ബിഗോണിയ. ഒരു ലീഫിൽ തന്നെ പല വൈവിധ്യത്തിലുള്ള കളറുകൾ ഇങ്ങനെ നിറഞ്ഞ് പെയിൻ്റ് അടിച്ച പോലെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ 250 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മളിവിടെ മൂവാറ്റുപുഴയിലാണ് നമ്മുടെ വീട്. ഈ ഒരു വെറൈറ്റി നല്ല രസമുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ നീണ്ട് താഴത്തേക്ക് തുമ്പിക്കൈ പോലെ നീണ്ടു വരും കേട്ടോ. ഇതിപ്പോൾ അത്രയും മെച്ചുവർ ആയിട്ടില്ല, പക്ഷേ ബുഷി നിറയെ സ്റ്റെമ്മൊക്കെയുള്ള ബുഷി പ്ലാന്റാണ്. 450 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റയർ വെറൈറ്റി തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും തന്നെ. ഇനി മറ്റൊരു അടിപൊളി വെറൈറ്റിയാണ് മയിൽപ്പീലി പോലെ ഭംഗിയുള്ള ഒരു വെറൈറ്റി. നല്ല ബുഷി 4-5 സ്റ്റെമ്മോട് കൂടിയ ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതൊക്കെ ടോപ്പ് റയറായിട്ടുള്ള ബിഗോണിയാസാണ്. നമുക്കിതിൻ്റെ ഈ മെച്ചുവർ ലീഫൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ഇതിനകത്ത് 5-6 ചെടികൾ ഇപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, പുതിയ ലീഫുകൾ നിർത്തിയിട്ട്. ആരെങ്കിലുമൊക്കെ ബിഗോണിയ പ്രിപ്പറേഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഇത് സ്റ്റെം ഒരുപാടുണ്ട്. ആ കൂടാതെ മെച്ചുവറായിട്ടുള്ള ലീഫുകൾ 5-6 ഉണ്ട്. അവയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പുതിയ ചെടികളാക്കാൻ പറ്റിയ ഒരു നല്ല ഭംഗിയുള്ള ഒരു റയർ ബിഗോണിയാണ് കേട്ടോ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്.
ഇനി അടുത്തൊരു പാറ്റേണിലുള്ള 250 റുപ്പീസിൻ്റെ മറ്റൊരു പ്ലാന്റാണ്. എന്തൊരു ഭംഗിയാണ് ഇത് കാണാനറിയോ. ഒരു സിൽവർ പിസ്ത ഗ്രീൻ പോലെയുള്ളൊരു ഗ്രീനിനകത്തേക്ക് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ വിത്ത് സിൽവർ ഷെയ്ഡോട് കൂടിയ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ചെടിയാണ്. 250 രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, അത്ര അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ബിഗോണിയ എന്ന് പറയുന്നത്. കേളിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. കേളി വെറൈറ്റീസിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്. ഇനി മറ്റൊരു വെറൈറ്റിയാണ്, നല്ല സൂപ്പറായിട്ടുള്ള നമ്മൾ 1200 വിറ്റുകൊണ്ടുന്ന പ്ലാന്റാണ്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഓഫറിനാണ് കേട്ടോ കൊടുക്കുന്നത്. റെയർ ബിഗോണിയ കളക്ട് ചെയ്യുന്നവർക്കും പ്രൊപ്പഗേഷൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ തൈകളുണ്ടാക്കി വിൽക്കാൻ പറ്റിയ അടിപൊളി റെയറായിട്ടുള്ള ബിഗോണിയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നതും. മറ്റൊരു അടിപൊളി വെറൈറ്റിയാണ് ഇവർ. ഇനി വേറൊരു സൂപ്പറായിട്ടുള്ള കളർ കാണിച്ചു തരാം. ഭയങ്കര ബബിൾസ് പോലെ നിറയെ ലീഫിൽ ഇങ്ങനെ ചുരുണ്ടിട്ട് നിൽക്കുന്ന, മെച്ചുറായി കഴിയുമ്പോൾ ലീഫ് വലുതാകുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഒരു മെറൂൺ കളറിൽ നിറയെ വെള്ള കുത്തുകൾ പൊങ്ങി നിൽക്കുന്ന കുത്തുകളോട് കൂടിയ ഒരു ടോപ്പ് റെയറായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇവരൊക്കെ ചട്ടി നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. ആനയുടെ ചെവി പോലെ വലുപ്പമുള്ള മറ്റൊരു അടിപൊളി റെയർ വെറൈറ്റി ബിഗോണിയാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ഓഫർ പ്രൈസിനാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ റെയർ ബിഗോണിയ സെല്ലേഴ്സിൻ്റെ പ്രൈസ് ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1500 ആ റേഞ്ചുള്ള പ്ലാന്റുകളാണ്. അതൊക്കെ നമ്മളിപ്പോൾ ചെറിയ ഓഫർ റേറ്റിന്, ഈ ഒരു പ്ലാന്റിനെ മാർക്കറ്റ് അനുസരിച്ചിട്ടുള്ള ഓഫർ റേറ്റിനാണ് നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത ഒരു സൂപ്പർ വെറൈറ്റി, ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു ഭംഗിയുള്ള ബിഗോണിയാണ് കേട്ടോ. ഇത് നോക്കുക, സൂം ചെയ്ത് നോക്കി കാണാൻ പറ്റും. നിറയെ പൊടി വിതറിയ പോലെ നിറയെ തരിതരിപ്പോട് കൂടി ഒരു ലൈറ്റ് ഗ്രീനിൽ ഷെയ്ഡ് വന്നൊരു പ്ലാന്റാണ്. ഇതും ഒരു റെയറായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ളതും 280 റേഞ്ച് 200 റേഞ്ചിലുള്ള പ്ലാന്റുകളും എന്നാൽ കൂടിയ റെയറായിട്ടുള്ള കേളി ടൈപ്പ് സൂപ്പറായിട്ടുള്ള മറ്റൊരു കേളിയാണിത്. കേളി നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് കേളി വെറൈറ്റീസ്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ സന്തോഷം. അതല്ല കൊറിയർ അയക്കണമെങ്കിൽ നമ്മൾ കൊറിയർ അയക്കും. KSRTC വഴി നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നുണ്ട്. KSRTC വഴി പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ അയക്കാം, നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോയിൽ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലൊക്കെ എത്തിച്ചു കൊടുത്ത് അടിപൊളി പ്ലാന്റുകൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ടാറ്റാ.